ഹായ് ഫ്രണ്ട്സ്, ഹോപ്പ് എവരിബഡി ഈസ് ഫൈൻ. ഞാനിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുവാണ്. എനിക്കിത്തവണ റിയൂണിയന് പങ്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻജോയ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ ഡെൻവറിലാണ്. ഇവിടെ അബ്ഡോമിനൽ റേഡിയോളജി ചെയ്യുന്നു. വൈഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദിസ് ഇസ് മൈ വൈഫ് ആകൃതി. ഷീസ് ഫ്രം ഡൽഹി. ഇതെൻ്റെ മകൻ ശിവ്, 2 മാസം പ്രായമായി ഇപ്പോൾ. ആൻഡ് ഇത് ലഡ്ഡു, 4 വയസ്സ്. ഓക്കെ, വരാൻ പറ്റാത്ത വിഷമമുണ്ട്. റിയൂണിയൻ എല്ലാവരും എൻജോയ് ചെയ്യുന്നു എന്ന് ഹോപ്പ് ചെയ്യുന്നു. ആൻഡ് ടേക്ക് കെയർ. 2K5 rocks. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ് അല്ലേ? എനിക്ക് വരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വരാൻ കഴിഞ്ഞില്ല. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബ്രസ്റ്റ് ഓങ്കോപ്ലാസ്റ്റിക് സർജനായിട്ട് UK വർക്ക് ചെയ്യുന്നു. അമ്മ കൂടെയുണ്ട്, ഹസ്ബൻഡ്, 2 കുഞ്ഞുങ്ങൾ. വലിയ കുഴപ്പമില്ലാതെ സന്തോഷവും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ all the best dears, stay happy, stay at peace. I think that's the most important wealth in your life, and keep in touch. Take care. Bye bye. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അബ്ദുൾ റസാഖ്, നിങ്ങളുടെയൊക്കെ ഉമ്മത്തൂര്. ഞാനിപ്പോ പൾമനോളജിസ്റ്റ് ആയിട്ട് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു. ഏകദേശം 2 വർഷമായി ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നു. നമ്മള് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പറയായിരുന്നു, നീ ആയിരിക്കും ഏറ്റവും ആദ്യം കല്യാണം കഴിക്കുക എന്നുള്ളത്. എന്തിന് നമ്മളെ മെഡിസിൻ പോസ്റ്റിങ്ങിനൊക്കെ BJK ചോദിക്കും, നീ ഇപ്പോഴും കല്യാണം കഴിച്ചില്ലെന്ന്. എന്നാൽ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാച്ചില് ഏറ്റവും അവസാനം കല്യാണം കഴിച്ചത് ഞാനായിരിക്കും തോന്നുന്നു. വൈഫ് ഫാത്തിമ, അവള് ഡെന്റിസ്റ്റ് ആണ്. അവളിപ്പോ ക്യാരിയിങ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ സാധിച്ചില്ല. നമ്മുടെ കോളേജ് ലൈഫ്, റാഗിങ്, ഹോസ്റ്റൽ ലൈഫ്, അതുപോലെ SAT ക്യാൻറ്റീന്, ലെക്ചറിന് വേണ്ടിയുള്ള ഓട്ടം, ലെക്ചറിന് ഇടയ്ക്കുള്ള ഉറക്കം, ഇടയ്ക്കുള്ള പ്രോക്സി വിളി, അതുപോലെ ലെക്ചർ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രവിയേട്ടന്റെ ചായക്കും അതുപോലെ സുഖിയനും വേണ്ടിയുള്ള ഓട്ടം, ഇതെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അതുപോലെ നമ്മുടെ ടൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മണാലി ടൂർ, അത് ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന ഒരു ടൂറായിരുന്നു. ഒന്നാമത് അതൊരു ലോങ് ടൂറായിരുന്നു. ആ ടൂറിനിടയ്ക്ക് നമ്മുടെ ബസ്സിന്റെ ഗ്ലാസ് ഒക്കെ ആരൊക്കെ അടിച്ചു പൊട്ടിച്ചു. ഇതൊക്കെ നമ്മുടെ എന്താ പറയാ, ഇതൊക്കെ ഒരു ഓർമ്മകളായിട്ട് ഇങ്ങനെ എന്റെ മനസ്സിൽ എപ്പോഴും കിടക്കാറുണ്ട്. ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന ആ കാലത്തിലോട്ട് വീണ്ടും തിരിച്ചു പോയാൽ എന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എന്തായാലും ഈ റീയൂണിയനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. എന്നോട് എല്ലാവരും ക്ഷമിക്കണം. എന്തായാലും നമുക്ക് ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.